ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു വെറൈറ്റി മുട്ടക്കറിയാട്ടോ. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാമല്ലേ. അപ്പോൾ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. അത് ചൂടായതിന് ശേഷം ഒരു 5-6 ചെറിയുള്ളി സ്ലൈസ് ചെയ്തത് ഇട്ട് വഴറ്റുക. ബ്രൗൺ കളറൊന്നും ആവാൻ നിൽക്കണ്ട, ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മതി. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. ഈ സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ 1 കപ്പ് തേങ്ങ എടുത്ത് അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളക്, നിങ്ങളുടെ എരിവിനനുസരിച്ച് ഉപയോഗിക്കാം. ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. അരച്ച് മഷി പോലെ ആക്കുക. പിന്നീട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് കൂടെ ആഡ് ചെയ്ത് പച്ചമണം മാറുന്നിടം വരെ ഒന്നുകൂടെ വഴറ്റുക. ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ചൂടുവെള്ളമാണ്. 1.5 കപ്പോളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. മുട്ട വേവിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ ഉപ്പും ഇട്ട് പാകത്തിനാക്കുക. എന്നിട്ട് നമ്മൾ ഉടച്ച മുട്ടക്കറി പോലെയാണ് ഇത് ചെയ്യുന്നത്. അപ്പം മുട്ട അതിനകത്തേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണേൽ പുഴുങ്ങി വേണമെങ്കിലും ഇടാം. ഇത് നന്നായിട്ട് വേവണം. ആ മുട്ട നന്നായി വെന്തതിന് ശേഷം മാത്രം ഈ തേങ്ങയുടെ അരപ്പ് ഒഴിച്ച് മിക്സ് ചെയ്യുക. അതൊന്ന് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് ചെറിയൊരു തിള വരാൻ നോക്കുക. ഒത്തിരി തിളക്കരുത്, പിരിഞ്ഞു പോവും തേങ്ങയല്ലേ. ഞാൻ ഇന്ന് ചപ്പാത്തിയിലൂടെയാണ് കഴിച്ചത്.